ആദ്യം ഷാജി സാറിലേക്ക് പോകുന്നു. സാർ, നമ്മൾ ഇതുവരെ അങ്ങനെ വലുതായി കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ആജീവനാന്തം ലൈസൻസ് റദ്ദാക്കുന്നു, അതും ഇങ്ങനെ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു ഇൻഫ്ലുവൻസർ ലൈസൻസ് റദ്ദാക്കുന്നു എന്നുള്ളത്. എന്താണ് സാറിന് ഒരു ആമുഖമായി പറയാനുള്ളത്? ലൈസൻസ് റദ്ദാക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇത്ര എൻ്റെ ഓർമ്മയില്ല. ഞാൻ 30 വർഷം ഡിപ്പാർട്ട്മെൻറ്റ് സർവീസിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടതായിട്ട് എൻ്റെ ഓർമ്മയില്ല. പിന്നെ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അത് മനഃപൂർവ്വമായിട്ട് ഒരാളെ ഇടിച്ചു കൊല്ലുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കോടതി അത് എടുക്കുന്നത്. ഇത് ലൈസൻസിങ് അതോറിറ്റിയുടെ ഭാഗമായിട്ട് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം നടപ്പാക്കുന്നത്. അപ്പോൾ അതിന് പിന്നിലുണ്ടായ കാര്യം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇഷ്യൂ മാത്രമല്ല, ഇദ്ദേഹത്തിന് അനേകം വീഡിയോകളിൽ ഇതേപോലെ നിയമലംഘനങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയും അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുന്ന ഒരു പ്രകടനം കണ്ടുകൊണ്ടായിരിക്കണം അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആകത്തുക എന്നുള്ള നിലയിലാണ് ആജീവനാന്തം ഈ ലൈസൻസ് റദ്ദ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നിരന്തരമുള്ള കാര്യങ്ങൾ കുറെ എടുത്തതിന് ശേഷമാണ് ഇത് ഈ ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതെ, ഇയാളുടെ സഞ്ജുയുടെ പിൻകാലത്തുള്ള പല വീഡിയോകളും പരിശോധിച്ചിട്ട് അതിൽ ഇത്തരം നിയമരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ കണ്ടതുകൊണ്ട് അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ പല കേസുകളും ഉണ്ടെന്നാണ് അറിയുന്നത്. ഇതേപോലെ ക്യാമറയിൽ പിടിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പല കേസുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് വരുന്നത്. ഇത് ഈ നമ്മൾ യൂട്യൂബ് ആണെങ്കിലും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളെല്ലാം സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മളതിന് എല്ലാവരും അംഗീകരിക്കുക. ഇത് വേറൊരു അർത്ഥത്തിലേക്ക് അവര് ചിന്തിക്കുമ്പോൾ അവർക്കൂടെ ഗുണം കിട്ടണമല്ലോ, അപ്പൊ ആളുകൾ കാണണം കൂടുതൽ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പൊ കാണുന്നത്. നമ്മളൊരു അങ്ങനെ ഒരു പ്രവണത കാണുന്നുണ്ട് കൂടുതൽ ആളുകളിൽ. റീച്ച് കൂടുതൽ കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. പക്ഷെ അത് ബാധിക്കുന്നത് ആ മേഖലയിൽ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ പ്രയോഗിക്കുന്ന ആളുകളുണ്ട്, ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവർ എടുത്തിട്ട് സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ അവയർനെസ് കിട്ടുന്ന അനേകം കാര്യങ്ങൾ ചെയ്യുന്ന അനേക യുവജന അവരെ പോലും ബാധിക്കുന്ന രീതിയിലേക്കാണ് ഇത്. അതായത് അതിൻ്റെ ഒരു നിയന്ത്രണ രേഖ വിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലൊരു രാവിലെ ചൊല്ലുന്നൊരു പ്രതിജ്ഞയുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ റിപ്പബ്ലിക്കിനെയും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രതിജ്ഞയാണത്. പക്ഷെ എത്ര പേർക്ക് അതിപ്പോഴും അതിൻ്റെ അന്തസാരം മനസ്സിലാക്കിയിട്ടെന്ന് അറിയില്ല. ആദ്യത്തെ 3 വരിക്ക് അപ്പുറത്തേക്ക് ആരും കാണാതെ പറയില്ല. 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാള് ഏകദേശം ആ 10 വർഷം കൊണ്ട് 2000-ലധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരിക്കൽ പോലും അതിൻ്റെ ആ 3 വരിക്ക് അപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ വരിയിൽ പറയുന്ന ഒരു കാര്യം, അത് 3 കഴിഞ്ഞ് ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നത് പറഞ്ഞു? ഞാൻ ഈ പൗരൻ നിലയിൽ ഈ റിപ്പബ്ലിക്കിനെയും ഈ സംവിധാനങ്ങളെയും ഈ മൂല്യങ്ങളെയും അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പാരമ്പര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അധ്യാപകരെയും എൻ്റെ മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കുമെന്ന് പറയുന്നു. അടുത്ത വരിയിൽ പറയുന്നു, ഞാൻ ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുമെന്ന് പറയുന്നു. ഈ രാജ്യത്തിലെ ഓരോ ആളുകളുടെയും ക്ഷേമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഈ രാജ്യത്ത് ഒത്തിരിയധികം മാറ്റങ്ങളുണ്ടാവും. ഇത് ആദ്യത്തെ 3 വരിക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ അതിലെ മൂല്യം ഉൾക്കൊള്ളാതെയാണ് എല്ലാവരും ജീവിച്ചു പോരുന്നത്. അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. വ്യക്തമാണ് സാർ. ഞാൻ സാർ